പുട്ട് കേരളീയരുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ്. ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, റാഗിപ്പുട്ട് അങ്ങനെ പുട്ട് പലതരത്തിലുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മരച്ചീനി പുട്ടാണ്. കസവച്ചെടികളുടെ വേരുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അന്നജമാണ് മരച്ചീനി. ഇതിൻ്റെ ഉത്ഭവം ബ്രസീലിയൻ രാജ്യങ്ങളിലാണ്. എന്നാൽ ഇന്നത് ലോകത്തെമ്പാടും പലരും ഭക്ഷിച്ചു വരുന്നു. 1 കിലോ മരച്ചീനിയാണ് പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മരച്ചീനി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. മരച്ചീനി കിഴങ്ങിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചളിയും മണ്ണുമെല്ലാം പോകവണ്ണം കഴുകുക. നന്നായി 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്ത മരച്ചീനി കഷ്ണങ്ങൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഏകദേശം മിനിമം 3 ദിവസമെങ്കിലും ഇത് വെയിലത്ത് കിടക്കണം. എന്നാലേ നല്ലവണ്ണം ഉണങ്ങിക്കിട്ടുകയുള്ളൂ. ഉണങ്ങിക്കിട്ടിയ മരച്ചീനി കഷ്ണങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചു കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കണം. സാധാരണ പുട്ടുപൊടി വറക്കും പോലെ തന്നെ മരച്ചീനി കഷ്ണങ്ങളുടെ പൊടിയും വറുത്തെടുക്കണം. പൊടി മൂത്ത് വരുന്നത് വരെ വറുത്തെടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. കുറച്ച് സമയം വറുത്താൽ മതി, ഏകദേശം 5 മിനിറ്റോളം. വറുത്തു കഴിഞ്ഞാൽ പുട്ട് തയ്യാറാക്കാൻ എളുപ്പമാണ്. സാധാരണ പുട്ട് തയ്യാറാക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് മരച്ചീനി പുട്ടും തയ്യാറാക്കാൻ വേണ്ടത്. പുട്ടിന് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയെടുക്കാം. എന്നിട്ട് ഉപ്പുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കണം. ഉപ്പുവെള്ളത്തിൽ പച്ചവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് ആ ഉപ്പുവെള്ളം കൊണ്ട് പൊടി നന്നായി കുഴയ്ക്കുക. അധികം കുഴഞ്ഞു പോവരുത്, അധികം നനവുണ്ടാവരുത്. അധികം നനഞ്ഞു പോവാതെ ഒരു മീഡിയം ലെവലിൽ കുഴച്ചെടുക്കുക. പൊടി അധികം കുഴഞ്ഞു പോവാതെ തരി തരിയായി കൈകളിൽ കിട്ടണം. അങ്ങനെ ആവുന്നത് വരെ കുഴച്ചുകൊണ്ടിരിക്കണം. ഒരു കൈവെള്ളയിൽ പൊടിയെടുത്ത് കുറ്റിയിലേക്ക് നിറയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒരൽപ്പം തേങ്ങ വിതറുക. ഈ പ്രോസസ്സ് പിന്നീടും ആവർത്തിക്കുക, കുറ്റി നിറയുന്നത് വരെ. ഈ വലിപ്പത്തിലുള്ള പുട്ടുകുറ്റിയാണ് കയ്യിലുള്ളതെങ്കിൽ ഏകദേശം 4 കൈവെള്ളയോളം മതി പൊടിയെടുക്കേണ്ടത്. ഓരോ തവണ പൊടി കൈവെള്ളയിലെടുത്ത് കുറ്റി നിറയ്ക്കുമ്പോൾ മുകളിൽ തേങ്ങ വിതറാൻ മറക്കരുത്. പുട്ടുകുറ്റി നിറച്ചു കഴിഞ്ഞാൽ പുട്ടുകുറ്റിയുടെ പാത്രത്തിൽ പകുതിയോളം വെള്ളമെടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഓണാക്കുക. ആവിയിൽ അതങ്ങനെ വെന്തുകൊള്ളും. ആവിയിൽ വേവുന്ന ഭക്ഷണമായതുകൊണ്ടാണ് പുട്ടിനെ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആവി വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് വേവിക്കുക. എന്നിട്ട് ഇറക്കി വെക്കാവുന്നതാണ്. ഒരു ഇലയിലേക്കോ ഏതെങ്കിലും പാത്രത്തിലേക്കോ പുട്ട് കുത്തിയെടുക്കാവുന്നതാണ്. മരച്ചീനി പുട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് സ്വാദോടെ കറി ഒഴിച്ച് കഴിക്കാം. അല്ലെങ്കിൽ പഴമോ പപ്പടമോ ആയാലും മതി. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന പുട്ട് പോലെ തന്നെയാണ് മരച്ചീനി കൊണ്ടും പുട്ട് തയ്യാറാക്കുന്നത്. ഇത്രയും ഡീറ്റെയിലായി പറഞ്ഞത് കൂടുതൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ്. പുട്ട് ഇതുവരെ തയ്യാറാക്കാത്ത ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ.